സ്വാമിയേ ശരണയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവിലോകമാതാവേ ശരണയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളികപ്പുറം മേൽശാന്തി. രാമായണ തത്വവിചാര ഭരണത്തിൽ നമ്മൾ സുന്ദരകാന്ഡം വരെ പറഞ്ഞ് പൂർത്തിയാക്കി. അതിലെ തത്വങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത കാണ്ഡമായിട്ടുള്ള യുദ്ധകാന്ഡത്തിലെ കഥകളും തത്വനിരൂപണവും നമുക്കൊന്ന് ശ്രദ്ധിക്കാം, പഠിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ജാനകീ ജീവനസ്മരണം ജയ് ജയ് രാമ രാമ. നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ. ആഞ്ജനേയസ്വാമിക്ക് ജയ്. ഇപ്പം ഹനുമാന്റെ മുഖത്ത് നിന്ന് സീതാവൃത്താന്തത്തെ മുഴുവനും കേട്ട് സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രനും മറ്റ് വാനരശ്രേഷ്ഠന്മാരും ഇനി തുടർന്ന് അനന്തരകരണീയത്തെക്കുറിച്ചിട്ടുള്ള ചിന്താമഗ്നരായി എന്നാണ്. അപ്പോൾ മഹാപ്രതാപശാലിയും ശക്തനുമായ രാവണൻ്റെ അഗമ്യമായ കോട്ടയ്ക്കുള്ളിൽ സീതയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് എന്താണ് പ്രയോജനം? ചപലന്മാരായ വാനരന്മാരെയും കൂട്ടി അവിടെ എത്തിച്ചേരുക എന്നത് തന്നെ വിഷമേറിയ കാര്യമാണ്. അപ്പോൾ 100 യോജന വിസ്താരമുള്ള മഹാഭയങ്കരമായ സമുദ്രം കടന്നു വേണം അവിടെ എത്തണമെങ്കിൽ തന്നെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇനി അവിടെ എത്തിച്ചേരാമെന്ന് വയ്ക്കുക. അതുകൊണ്ടും എന്താണ് പ്രയോജനം? ബലവാന്മാരായിട്ടുള്ള രാക്ഷസന്മാരെയോ അല്ലെങ്കിൽ രാക്ഷസ ചക്രവർത്തിയായിട്ടുള്ള രാവണനെയോ ആർക്കാണ് ജയിക്കാൻ കഴിയുക? ഇനിയിപ്പോൾ ലങ്കയിൽ എത്തിച്ചേർന്നാൽ തന്നെ രാക്ഷസന്മാരെ കൊണ്ട് വാനരന്മാരെ കൊല്ലിക്കാമെന്നല്ലാതെ കണ്ട് വേറെ എന്താണ് അതുകൊണ്ട് ഒരു പ്രയോജനം? അതിനാൽ സീത ലങ്കയിലുണ്ടെന്നറിഞ്ഞതുകൊണ്ടും വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. ആഞ്ജനേയൻ്റെ സമുദ്രലംഘനാദി സാഹസം പോലും വെറുതെ ആയിത്തീർന്നു എന്ന് വേണം പറയാൻ എന്നാണ്. അപ്പോൾ അങ്ങനെ പലതും അവരങ്ങനെ ചിന്തിച്ച് എന്ത് ചെയ്യേണ്ടതെന്നറിയാതെ എല്ലാവരും അങ്ങനെ നിരാശന്മാരായി ഇരുന്നപ്പോൾ ഹനുമാനും സുഗ്രീവനും കൂടി ധീരവാക്യങ്ങളെ കൊണ്ട് അവരെ എല്ലാവരെയും ഉത്ബുദ്ധന്മാരും ഉത്സാഹഭരിതന്മാരും ആക്കി എന്നാണ്. അപ്പോൾ ലങ്കയിലുള്ള രാക്ഷസ സൈന്യത്തിൻ്റെ 4 പ്രബലന്മാരായ ചില രാക്ഷസ പ്രമാണിമാരെയും ഹനുമാൻ ഒറ്റയ്ക്ക് തന്നെ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥിതിക്ക് പിന്നിപ്പോൾ സംഖ്യയറ്റ വാനരസേന ലങ്കയിൽ കടന്നാൽ പിന്നത്തെ സ്ഥിതി എന്താണ് എന്നൊക്കെ അവരെ അങ്ങനെ പറഞ്ഞ് ഉത്ബോധിപ്പിച്ചു എന്നാണ് പറയണത്. അപ്പോൾ നിമിഷ നേരം കൊണ്ട് രാക്ഷസന്മാരെയും രാവണനെയും കൊണ്ട് ലങ്ക പിടിച്ചടക്കി സീതാദേവിയെയും കൊണ്ട് മടങ്ങാം. പിന്നെ സമുദ്രം കടക്കുന്ന വിഷയത്തിലും പരിഭ്രമിക്കത്തക്കതായിട്ട് ഒന്നും തന്നെയില്ല. ഒരു ഉപായം കൊണ്ടും സാധിക്കാത്ത പക്ഷം വീരന്മാരും ധീരന്മാരുമായിട്ടുള്ള വാനരശ്രേഷ്ഠന്മാര് മറ്റുള്ളവരെ ചുമലിലെടുത്ത് ചാടി അക്കരെ പറ്റും. അതിനാൽ ഒന്നുകൊണ്ടും നിരാശപ്പെടാതെ ഉത്സാഹത്തോടുകൂടി വേഗം തന്നെ ലങ്കയിലേക്ക് യുദ്ധത്തിന് പുറപ്പെടുകയാണ് വേണ്ടത് എന്നൊക്കെ സുഗ്രീവന്റെയും മറ്റുമുള്ള ധീരവചനങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ വാനരശ്രേഷ്ഠന്മാരുടെ ഉത്സാഹവും ധൈര്യവും കണ്ടപ്പോൾ ഭഗവാനും സന്തോഷമായി എന്നാണ്. അപ്പം തന്നെ ലങ്കയിലേക്ക് പുറപ്പെടാൻ കൽപ്പനയും കൊടുത്തു. അപ്പോൾ എണ്ണമില്ലാത്തതായിട്ടുള്ള വമ്പിച്ച വാനരസേനയും സേനാനായകന്മാരും ശ്രീരാമലക്ഷ്മണന്മാരും സുഗ്രീവാദികളും എല്ലാവരും അങ്ങനെ ലങ്കയിലേക്ക് യാത്രയാവുകയും ചെയ്തു. ഈ സമയത്ത് ലങ്കയിലും ചില കോലാഹലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറയണേ. സീതാദേവിയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുവന്നു അച്ചപ്പ തന്നെ ആപ്തന്മാരായ പലരും മഹാരാജാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രവൃത്തി തെറ്റായിപ്പോയി, ഇത് കാരണത്താൽ പല ആപത്തുകളും വന്നു ചേരാം. അതുകൊണ്ട് കഴിയുന്നതും വേഗത്തിൽ സീതാദേവിയെ മടക്കിക്കൊടുത്ത് ശ്രീരാമചന്ദ്രനോട് ക്ഷമയും പറഞ്ഞ് സന്ധി ചെയ്യുകയാണ് നല്ലത് എന്ന്. പക്ഷെ പ്രതാപശാലിയായിട്ടുള്ള രാക്ഷസ ചക്രവർത്തി ഉണ്ടോ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് വഴങ്ങാൻ പോകുന്നു? അതിനുശേഷം അവരുടെ ഉപദേശങ്ങൾ ഒന്നും ചെവിക്കൊള്ളാതെ കണ്ട് ഓരോ ദിവസവും എന്ന ഓണം പല അനിഷ്ടങ്ങളും രാവണന് പ്രത്യേകമായിട്ട്
അല്ലെങ്കിൽ രാക്ഷസ വംശത്തിന് പൊതുവേയും സംഭവിച്ചു കൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ മഹാരാജാവിൻ്റെ നീചമായ അധർമ്മത്തിൻ്റെ ഫലമാണ് ഇത്തരം അനുഭവങ്ങളെന്ന് ധാർമ്മികന്മാർ പറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഒരു വാനരൻ്റെ വരവുണ്ടായത് എന്നാണ്. അവരെല്ലാം അവൻ എന്തെല്ലാം അനർത്ഥങ്ങളാണ് അവിടെ വരുത്തി തീർത്തതെന്നതിന് കണക്കില്ല എന്നാണ്. അപ്പോൾ അനേകം പ്രബലന്മാരായ രാക്ഷസന്മാരെ കൊന്നു, ചക്രവർത്തിയെ പ്രത്യക്ഷത്തിൽ അപമാനിച്ചു, അവസാനം പട്ടണം മുഴുവൻ ചുട്ടുമുടിച്ചിട്ടാണ് അവൻ പോയത് തന്നെ. അപ്പോൾ ത്രൈലോക്യം മുഴുവൻ ജയിച്ച രാവണന്റെ എല്ലാ ശക്തികളുടെയും മധ്യത്തിൽ വെച്ച് ഒരു വെറും വാനരന് ഇത്രമാത്രം പരാക്രമം കാണിക്കാറാവണമെങ്കിൽ എത്രത്തോളം ജ്യേഷ്ഠ ലങ്കയെ ബാധിച്ചിട്ടുണ്ടാവും എന്നാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടും അനുഭവിച്ചും വന്നതായിട്ടുള്ള ധാർമ്മികന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ പലരും പല പ്രകാരത്തിൽ രാവണനെ ഉപദേശിച്ചു നോക്കി എന്നാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. ശ്രീരാമൻ സൈന്യങ്ങളോടുകൂടി ഉടനെ യുദ്ധത്തിന് വരുമെന്നും അപ്പോൾ രാക്ഷസ വംശം തന്നെ നശിക്കാനിടയായി തീരുമെന്നും ഒക്കെ പറയാൻ തുടങ്ങി ജനങ്ങൾ. അപ്പോൾ ഭയം ഭയം അങ്ങനെ എവിടെ നോക്കിയാലും സർവത്ര ഭയമായിട്ടുള്ള കാഴ്ചകളെ എല്ലാവർക്കും അനുഭവങ്ങളെ എല്ലാവർക്കും ഉണ്ടാവുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഈ ലങ്കയിലെ രാക്ഷസ ജനതയുടെ പൊതുജീവിതത്തെ തന്നെ ഒട്ടാകെ പിടിച്ച് കുലുക്കി എന്നാണ് ഈ പ്രാണഭയം. ഇന്നോ നാളെയോ രാമനും വാനന്മാരും വരുമെന്നും രാക്ഷസ സമുദായം മുഴുവൻ തന്നെ കൊല്ലപ്പെടുമെന്നും തങ്ങൾ കേവലം അശരണനായി കഴിഞ്ഞു എന്നുമൊക്കെയുള്ള ഭീതി സകല ജനങ്ങളുടെയും ഹൃദയത്തിൽ അങ്ങനെ ആളിക്കത്താൻ തുടങ്ങി എന്നാണ്. അപ്പോൾ അറിഞ്ഞും അറിയാതെയും ഇഷ്ടം പോലെ പലതും പറഞ്ഞു വരുത്തുന്നവരുടെ നാനാവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളെ കേട്ട് ചക്രവർത്തി ആകെ തല പുകയ്ക്കാൻ തുടങ്ങി എന്നാണ്. അപ്പൊ ഈ യുദ്ധം വേണ്ടി വരുമെന്ന് രാവണനും തീർച്ചപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരുക്കി തയ്യാറാവുന്നതാണല്ലോ ബുദ്ധി. പൂർവീകമായിട്ടുള്ള പ്രവൃത്തിയും അത് തന്നെയാണ്. അതിനാൽ രാവണൻ ആര് പറഞ്ഞതും കേൾക്കാതെ തൻ്റെ സ്വന്തം അഭിപ്രായപ്രകാരം യുദ്ധകാര്യങ്ങളെ ആലോചിക്കാനുള്ള സഭ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ഓരോന്നും ആലോചിക്കാൻ തുടങ്ങി എന്നാണ്. അവിടെയും പലർക്കും പല അഭിപ്രായങ്ങളാണ്. അതിനാൽ ഒരു കാര്യത്തിനും തീർപ്പ് ചെയ്യാനായിട്ട് അത്ര എളുപ്പത്തിൽ സാധ്യമല്ല എന്നാണ്. അപ്പോൾ വൃദ്ധന്മാരും യുവാക്കന്മാരും ധാർമ്മികന്മാരും അധാർമികന്മാരും ധീരന്മാരും ഭീരുക്കളും ഒക്കെ പലരും ഉണ്ട് ഇല്ലേ? അപ്പോൾ സഭയിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് അനുജന്മാരുണ്ട് രാവണ ചക്രവർത്തിക്ക്, കുംഭകർണനും വിഭീഷണനും. അവര് ബലവാന്മാരും ബുദ്ധിശാലികളുമാണ്. എന്നിരുന്നാലും അവർക്കും അഭിപ്രായങ്ങളിൽ പല വ്യത്യാസങ്ങളും അകൽച്ചയും ഉണ്ട് എന്നാ പറയണേ. ആകപ്പാടെ മഹാരാജാവിൻ്റെ അഭിപ്രായങ്ങളോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരാളും ഇല്ല എന്ന് കണ്ടു സഭയിൽ. അപ്പോൾ രാവണന് അങ്ങനെയെങ്കിൽ ക്രോധാഗ്നി അങ്ങനെ ആളിക്കത്തിന്നാണ്. യുദ്ധകാര്യാലോചനാ സഭയൊക്കെ പിരിച്ചുവിട്ട് എല്ലാവരെയും ആട്ടി ഓടിച്ചു രാവണൻ. കാര്യാലോചനയും അതിനൊരു സഭയും ചില വൃദ്ധന്മാരുടെ മുരടിച്ച അഭിപ്രായങ്ങളും ഒന്നും ആവശ്യമേ ഇല്ല എന്ന് തീർച്ചപ്പെടുത്തി അദ്ദേഹം തൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് എല്ലാവരും പ്രവർത്തിച്ചു കൊള്ളണമെന്ന് അങ്ങോട്ട് കൽപ്പനയും കൊടുത്തു. അപ്പൊ യുദ്ധം വേണമെന്നും രാമനെയും സകല വാനരന്മാരെയും കൊന്നൊടുക്കണമെന്നും അതിനെല്ലാ സൈന്യങ്ങളും തയ്യാറായി ഇരുന്നു കൊള്ളണമെന്നും രാവണൻ കൽപ്പിച്ചു എന്നാണ്. അപ്പോൾ രാമലക്ഷ്മണന്മാരും വാനര സൈന്യങ്ങളും ത്വരിതഗമനം ചെയ്ത് സമുദ്രക്കരയിൽ എത്തിക്കഴിഞ്ഞു അപ്പോഴത്തേക്കും. അപ്പോൾ ഇനി ഈ ജലത്തിൻ്റെ അതിദേവതയായിട്ടുള്ള വരുണദേവനെ സന്തോഷിപ്പിച്ച് സമുദ്രത്തിൽ ചിറകെട്ടി അക്കരയ്ക്ക് നടന്നു പോവാനുള്ള അനുവാദവും അവർ വാങ്ങിക്കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അനന്തരം സേതുബന്ധനത്തിനുള്ള ശ്രമമായി. അപ്പോൾ വളരെ വിദൂരത്തിൽ നിന്ന് വലിയ വലിയ കല്ലുകളും മരങ്ങളും മലകളും ഒക്കെ പുഴക്കി വലിച്ചുകൊണ്ട് വരാൻ തുടങ്ങി കുറേ വാനരന്മാർ. അപ്പോൾ വാനരസേനയിലെ ശില്പികളുടെ നേതാവായിട്ടുള്ള നളൻ എന്ന് പറയുന്ന ഒരു വാനരശ്രേഷ്ഠന്റെ മേൽനോട്ടത്തിന് കീഴിലാണ് ഈ ചിറ കെട്ടിപ്പടുക്കാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ സകല വാനരന്മാരും ഉത്സാഹത്തോടും ജാഗ്രതയോടും കൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ സമുദ്രത്തെ ഭയപ്പെടാതെ അങ്ങേക്കര വരെ നടന്നു പോകാവുന്ന ഉറപ്പുള്ള ഒരു സേതു നിർമ്മിക്കപ്പെട്ടു എന്നാണ്, അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടു എന്നാണ്.
അപ്പം അതിനടിയിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി. അതിൻ്റെ ഇടയിൽ രാവണനൊരു നർമ്മ സജീവനുണ്ട്, ശുക്രൻ എന്നാണ് അയാളുടെ പേര് തന്നെ. അപ്പൊ അയാളൊരു ഭീരുവും ആണ്, എന്നാൽ അതോടൊപ്പം തന്നെ വിഡ്ഢിയുമാണ് എന്നാണ്. അപ്പോൾ ഒരു ദിവസം രാവണൻ അയാളെ വിളിച്ച് വാനര ചക്രവർത്തിയായിട്ടുള്ള സുഗ്രീവനോട് തൻ്റെ ഒരു സന്ദേശം അയച്ചു വരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ രാവണനറിയാം അയാൾ ഭീരുവാണ്, അതിനാൽ ശത്രു സൈന്യങ്ങളുടെ പാളയത്തിൽ പോയി സന്ദേശം അറിയിക്കാൻ ഭയമുണ്ടാകും എന്നുള്ളത്. അതുകൊണ്ടാണ് സാധിക്കുമോ എന്ന് ചോദിച്ചത്. ശുക്രന് ശത്രു സൈന്യങ്ങളുടെ ഇടയിലേക്ക് പോകേണ്ട വർത്തമാനം കേട്ടപ്പോൾ തന്നെ ഭയായി എന്നാണ്. എങ്കിലും അഭിമാനം രക്ഷിക്കാൻ വേണ്ടി പോവാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ സന്ദേശവും പറഞ്ഞു കൊടുത്ത് പോയി വരാൻ പറഞ്ഞു. ശുഗൻ ധൈര്യത്തോടെ രാജധാനിയിൽ നിന്ന് പുറത്ത് കടന്നുവെങ്കിലും മുന്നോട്ടുള്ള ഓരോ കാൽവയ്പിലും ഭയപ്പെട്ട് വിറയ്ക്കാൻ തുടങ്ങിയതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു യുക്തി തോന്നി. ഭൂമിയിൽ കൂടി വേണ്ട, ആകാശത്തു കൂടി പോയി ആകാശത്ത് നിന്ന് തന്നെ സന്ദേശം അറിയിച്ച് മടങ്ങാമെന്ന് തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ കുരങ്ങന്മാർക്ക് ആകാശത്തേക്ക് വരാൻ കഴിയില്ലല്ലോ, അതിനാൽ തനിക്ക് ആപത്തൊന്നും പറ്റാൻ വഴിയില്ലെന്ന് സമാധാനിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു. ഏതായാലും ധൈര്യത്തോടെ തൻ്റെ യോഗശക്തിയെ ഉപയോഗിച്ച് ആകാശത്തു കൂടി അങ്ങനെ മുന്നോട്ട് നീങ്ങി വാനരപ്പാളയത്തിൻ്റെ ഉപരിമണ്ഡലത്തിൽ നിന്നുകൊണ്ട് സുഗ്രീവനെ വിളിച്ചു. രാവണന്റെ സന്ദേശവാക്യങ്ങൾ ഉച്ചത്തിൽ പറയാൻ തുടങ്ങിയെന്നാണ്. അത് കേൾക്കേണ്ട താമസം കുരങ്ങന്മാരിലെ ചിരല് മേലോട്ട് ചാടി ശുക്രനെ പിടിച്ച് വലിച്ച് താഴോട്ട് കൊണ്ടുവന്ന് അവരെ തലയ്ക്ക് 4 ഇടി കൊടുത്തു എന്നാണ്. അപ്പോൾ ഭീരുവായിട്ടുള്ള ശുക്രൻ വാനരന്മാർ പിടിച്ചപ്പോഴേക്ക് തന്നെ അർത്ഥപ്രാണനായി എന്നാണ്. ഇടി കിട്ടിയപ്പോൾ പ്രാണഭയം കൊണ്ടും വേദന കൊണ്ടും അർത്ഥനായി ഉറക്കെ ഭഗവാനെ വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങി എന്നാണ്. അപ്പോൾ നിലവിളി കേട്ട് ഭഗവാൻ കുരങ്ങന്മാരുടെ പിടിയിൽ നിന്ന് ശുഗനെ രക്ഷിച്ചു. ശുഗൻ നാട്ടോ ആ രാക്ഷസിന്റെ പേര്, നേരത്തെ പറഞ്ഞപ്പോൾ ശുക്രൻ എന്നാണെന്ന് ആയോ എന്നൊരു സംശയം. ശുഗൻ എന്നാണ്. അപ്പോൾ തൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയ രാക്ഷസനെ, എന്നിട്ട് രാവണന്റെ ഒരനുജനായിട്ടുള്ള വിഭീഷണനും വാനരപ്പാളയത്തിലെ ശ്രീരാമസന്നിധിയിൽ എത്തിപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ശുഗന്റെ മാതിരി അല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യുദ്ധകാര്യാലോചനാ സഭയിൽ പലരെയും രാവണൻ ആട്ടി ഓടിച്ച കൂട്ടത്തിൽ വിഭീഷണനെ കുറെ അധികം ആക്ഷേപിച്ചാണ് പുറത്തേക്ക് ഓടിച്ചത്. അപ്പൊ അതിന് കാരണമുണ്ടായിരുന്നു. വിഭീഷണന്റെ അഭിപ്രായ പ്രകടനം ചക്രവർത്തിയായിട്ടുള്ള രാവണനെ കുറെ അധികം അരിശം കൊള്ളിച്ചു എന്നാണ്. ആദ്യം തന്നെ വിഭീഷണൻ ശത്രുവായ ശ്രീരാമന്റെ ഗുണമഹിമകളെ വാഴ്ത്തുകയും ബന്ധുവായ രാവണന്റെ ദോഷങ്ങളെ നീചമാകുന്ന വണ്ണം ആക്ഷേപിക്കുകയും ചെയ്തതുകൊണ്ടാണ് അങ്ങനെ രാവണൻ ചെയ്തതെന്നാണ്. അനന്തരം യുദ്ധമേ ആവശ്യമില്ലെന്നും ശത്രുവായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ ശത്രുബുദ്ധിയെ ഉപേക്ഷിച്ച് ബന്ധുവാക്കി വരിച്ച് ശരണം പ്രാപിക്കലാണ് വേണ്ടതെന്നും കൂടി വിഭീഷണൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ അത് രാവണന് സഹിക്കാൻ കഴിയാത്ത നിലയിലെ ഏറ്റവും നീചമായിട്ടുള്ള ഒരഭിപ്രായമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് വിഭീഷണനെ കർക്കശമാകും വണ്ണം ആക്ഷേപിച്ചുകൊണ്ടാണ് സഭയിൽ നിന്ന് പുറത്താക്കിയത് തന്നെ. അപ്പൊ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്നും രാവണനിൽ നിന്ന് തനിക്ക് ആപത്തുണ്ടാവുമെന്നും കരുതി അപ്പം തന്നെ വിഭീഷണൻ ആകാശത്തുകൂടെ വാനരപാളയത്തിന് മുകളിൽ ചെന്ന് ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയും തനിക്ക് അഭയം തന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ കരുണാവനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ വിഭീഷണനെ വിളിച്ചു വരുത്തി അഭയം കൊടുത്തു, തൻ്റെ സേവകനാക്കി നിർത്തുകയും ചെയ്തു. അപ്പോൾ ശുഗനിൽ നിന്ന് സാമാന്യമായും വിഭീഷണനിൽ നിന്ന് പ്രത്യേകമായും ലങ്കയിലെ എല്ലാ വർത്തമാനങ്ങളും രാവണന്റെ എല്ലാ സംരംഭങ്ങളും പൂർണ്ണമായിട്ട് അറിയാനും ശ്രീരാമചന്ദ്രന് സാധിച്ചു എന്നാണ്. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. സ്വാമിയേ ശരണയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണയ്യപ്പ. ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ജാനകി ജീവനസ്മരണം. ജയ് ജയ് രാമ രാമ. നമഃ പാർവതീപദേ. ഹര ഹര മഹാദേവ.